പുണ്യത്തിൽ തിരുപ്പിറവി ആഘോഷിക്കുവാൻ നാം ഒരുങ്ങുകയാണ്. ആഘോഷമായാൽ മധുരം നിർബന്ധമാണ്. ആ മധുരം കേക്കായാൽ സന്തോഷം. അത് നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാണെങ്കിൽ ഇരട്ടി സന്തോഷം. അങ്ങനെ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം പ്രസ്റ്റീജും. എല്ലാവർക്കും അറിയാം, വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് പ്രസ്റ്റീജിനുള്ളത്. പ്രസ്റ്റീജിൻ്റെ ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് വെച്ചിട്ട് ഒരു ക്രിസ്മസ് ടോഫി കേക്കാണ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കാം എങ്ങനെ ചെയ്യാം. ആദ്യം ടോഫി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് പ്രസ്റ്റീജിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ സ്വെച്ച് ഫ്ലിപ്പ് ഓൺ പ്രഷർ കുക്കറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മളൊരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിൻ ഇറക്കി വെച്ച് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വളരെ ഈസിയാണ്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെയോ, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നീട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സും വെയിറ്റ് ചെയ്യുന്ന പോലെയും നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കണം. നമ്മുടെ കേക്കിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം. അതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസ്റ്റീജിൻ്റെ തന്നെ 6 ജാർ മിക്സർ ഗ്രൈൻഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് 1000 വാട്ട്സിൻ്റെ പവർഫുൾ മോട്ടർ ആയതുകൊണ്ട് തന്നെ ഞൊടിയിടയിലാണ് പഞ്ചസാരയൊക്കെ പൊടിഞ്ഞു വരുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂട്ടി ഒന്ന് ഇടഞ്ഞെടുക്കാം. ഇതിനായിട്ട് നമ്മൾ 1 കപ്പ് മൈദയായിരുന്നു എടുത്ത് വെച്ചിരുന്നത്. നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഇത്ര നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് നമ്മൾ പ്രഷർ കുക്കറിനകത്ത് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്തതാണ്. ഇപ്പോൾ പ്രഷറൊക്കെ പോയി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വെച്ച് പ്രഷർ കുക്കറാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും സ്പില്ലില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലീൻ പ്രഷർ കുക്കറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രഷർ പോയെങ്കിലും വെള്ളത്തിന് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് പുറത്തെടുക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും കൊടില് പോലെ വല്ലതും വെച്ച് എടുക്കാം. പക്ഷേ ഇത്തിരി വെയിറ്റ് കാണും. അതുകൊണ്ട് അത് ഫ്ലിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് വെള്ളം ഒന്ന് കളയാം. നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് പുറത്തെടുക്കാം. നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സ്വെച്ച് നിയോ ഗ്യാസ് സ്റ്റൗ ആണിത്. നമുക്ക് ലിഫ്റ്റബിൾ ബേർണേഴ്സ് ഉള്ള കാരണം ഈസി ക്ലീനിങ് നമുക്ക് പറ്റും. ലിഫ്റ്റബിൾ ബേർണേഴ്സിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനൊരു ഓട്ടോ ലോക്കിംഗ് സിസ്റ്റം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ക്ലോസ് ചെയ്യാതാലും മതി. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ആവിവെള്ളമൊക്കെ ഇവിടെ വീണിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത ടോഫി ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി വേണം ക്യാൻ ഓപ്പൺ ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ടോഫി നല്ലപോലെ തണുക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചാൽ മാത്രമേ ഇത് തണുത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് തണുത്തു. ഇനി നമുക്കിത് ക്യാൻ ഓപ്പൺ ചെയ്യാം. കണ്ടോ, നല്ല ടോഫി പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടോഫി എടുത്ത് വേറൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളുടെ കാരമൽ മുഴുവൻ പാലിനകത്ത് നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങാനും ഇച്ചിരി ചെറിയ തരികളുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിക്കുന്നതാണ് നല്ലത് എപ്പോഴും കേക്കിനകത്തോട്ട്. കാരണം അല്ലെങ്കിൽ കേക്കിനകത്ത് അത് കടിക്കും. ഇത് നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട ഉടച്ചൊഴിക്കാം. നമ്മുടെ മുട്ടയ്ക്കകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്, 1/2 കപ്പ് പഞ്ചസാര ഉണ്ടായിരുന്നു, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് മുട്ട വളരെ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം പ്രസ്റ്റീജിൻ്റെ ഈ ബ്ലെൻഡറിൽ 1 അല്ല 2 അല്ല 3 അല്ല 5 സ്പീഡുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ മുട്ടയും വാനില എസൻസും പഞ്ചസാരയും ഓയിലും കൂടെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഒരു പേൽ യെല്ലോ കളർ വരുന്നിടം വരെ നല്ല ഫ്ലഫി ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദയും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കാരമലും മിൽക്കും കൂടെയുള്ള മിക്സ്ചറും കൂടെ ഒന്നിടവിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് സ്പാറ്റുല കൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യരുത്, ഫോൾഡ് ചെയ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇനി ആദ്യം മൈദയുടെ മിക്സ്ചറാണ്, കുറച്ച് ഇടുക. എന്നിട്ട് നന്നായിട്ട് സ്പാറ്റുല കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുമ്പം എപ്പോഴും ഒരു സൈഡിലോട്ട് മാത്രം ഫോൾഡ് ചെയ്യണം. നന്നായിട്ട് ഇപ്പോൾ ഇട്ട് മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം മിക്സ് ആയതിനു ശേഷം ബാക്കി ചേർക്കണം. ഇനി നമുക്ക് നമ്മളുടെ കാരമൽ മിൽക്ക് മിക്സ്ചർ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കിയ ബാറ്റർ നമ്മൾ ലൈൻ ചെയ്ത് വെച്ച ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത അവനകത്ത് ഒരു 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർഫുൾ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ കാരമലും ഇതൊക്കെ വന്നിരിക്കുന്നതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു 30 മിനിറ്റ്സ് ആണ് വെച്ചത് 180 ഡിഗ്രിയിൽ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളുടെ ടോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറിൽ നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊരു വയറാക്കിയാലോട്ട് ഫ്ലിപ്പ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടോഫി സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തേക്കാളും ഇത്രയും കൂടെ തിക്കായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ എല്ലാവർക്കും വനിതയുടെയും പ്രസ്റ്റീജിൻ്റെയും മെറി ക്രിസ്മസ്. ഈ ക്രിസ്മസിന് പ്രസ്റ്റീജ് നിങ്ങൾക്കായി ഒരു വമ്പൻ ഓഫർ ഒരുക്കിയിട്ടുണ്ട്. പ്രസ്റ്റീജ് OTG വാങ്ങുന്നവർക്ക് MRP റിഡക്ഷനും ഒപ്പം പ്രസ്റ്റീജ് ഹാൻഡ് മിക്സർ സൗജന്യമായും ലഭിക്കുന്നു. എന്ന് വരെ ജാനുവരി 29 വരെ.